ഒരർത്ഥത്തിൽ യുദ്ധകാഹളം എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രകടനമാണ് ഇന്ന് ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി നടന്നത്. ഇറാനും റഷ്യയും ചൈനയും സംയുക്തമായി ഒരു നാവികാഭ്യാസം നടന്നു. അമേരിക്കയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കടുത്ത ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്തായി ഇറാനും ചൈനയും റഷ്യയും നാവികാഭ്യാസത്തിൽ ഏർപ്പെട്ടത്. ഇറാനെതിരെ അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ സംയുക്ത നാവികാഭ്യാസം നടന്നത്. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ശക്തമായ സന്ദേശമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തങ്ങളും ഇറാനൊപ്പം അണിനിരക്കുമെന്ന സന്ദേശമാണോ ഇതെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള നീക്കം തീക്കളിയാണ് എന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകി റഷ്യ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. ലാവ്റോവിന്റെ മുന്നറിയിപ്പും ഒമാൻ കടലിലെ സംയുക്ത നാവികാഭ്യാസവും ഒപ്പം ഖമനേയിയുടെ ഭീഷണി പ്രസ്താവനയും കൂട്ടി വായിക്കുമ്പോൾ ഒരു യുദ്ധത്തിലേക്കാണോ പശ്ചിമേഷ്യൻ മേഖല കടക്കുന്നത് എന്ന് ലോകത്തിന് ആശങ്കയുണ്ട്. ഇറാനെതിരെ പുതിയ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സെർജി ലാവ്റോവ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഒരു രാജ്യവും യുദ്ധമോ സംഘർഷമോ ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കെ അമേരിക്കയും ഇസ്രായേലും ഇറാനോട് നടത്തുന്നത് തീക്കളിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇറാനൊപ്പം തോളോട് തോൾ ചേർന്ന് തങ്ങളുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് റഷ്യ ഈ പ്രസ്താവനയിലൂടെ. ഇറാന്റെ അടുത്ത സഖ്യകക്ഷിയായ റഷ്യ തുടക്കം മുതൽ ഇറാനൊപ്പമുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മുൻപ് US ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ള കേന്ദ്രങ്ങളെ ബാധിച്ചുവെന്നും അത് ഒരു ആണവ ദുരന്തത്തിന് വഴിവെക്കുമായിരുന്നുവെന്നും ലാവ്റോവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇറാൻ സമാധാനപരമായ ആണവ പദ്ധതിയാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി റഷ്യ വിശ്വസിക്കുന്നു. ആണവ വ്യാപന നിരോധന കരാർ ലംഘിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലാവ്റോവ് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഒമാൻ കടലിൽ സംയുക്ത നാവികാഭ്യാസവും നടക്കുന്നത്. സൈനിക സഖ്യത്തിന്റെ വ്യാപ്തി അമേരിക്കയ്ക്ക് മനസ്സിലാക്കുന്നതിനാണ് ഈ ഒരു സൈനികാഭ്യാസം ഇപ്പോൾ ഇറാനും റഷ്യയും നടത്തിയത്. ഇറാനുമായി ആണവ വിഷയത്തിൽ ചർച്ച തുടരുമ്പോഴും അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ റഷ്യ ഇറാൻ സംയുക്ത സൈനികാഭ്യാസത്തിന് അല്ലെങ്കിൽ നാവികാഭ്യാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. മാർച്ച് പകുതിയോടെ US എല്ലാ യുദ്ധസജ്ജീകരണങ്ങളും പശ്ചിമേഷ്യയിൽ പൂർത്തിയാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് അമേരിക്കയുടെ യുദ്ധകാഹളമായി തന്നെ കാണണം. ഇതിന് മറുപടിയായി റഷ്യയുമായി കൂടുതൽ കൈകോർത്തുള്ള നീക്കത്തിനാണ് ഇറാന്റെ തീരുമാനം. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് നാവികശക്തി പ്രകടമാക്കുന്നത് എന്നാണ് ഇരു രാജ്യങ്ങളും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അമേരിക്ക ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണത്തിന് തങ്ങൾ ഒരുക്കമാണ് എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാനും റഷ്യയും നൽകുന്നത് എന്ന് വ്യക്തം. അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനെതിരെ കടുത്ത ഭീഷണികളും മുന്നറിയിപ്പുകളും തുടരുന്നതിനിടയിൽ തന്നെയാണ് ഇറാൻ റഷ്യയെ കൂട്ടുപിടിച്ച് സംയുക്ത നാവികാഭ്യാസം നടത്തുന്നത്. ചൊവ്വാഴ്ച ജനീവയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട് US വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ സൈനികാഭ്യാസം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒമാൻ കടലിലും ഇന്ത്യൻ സമുദ്രത്തിലുമുള്ള അഭ്യാസം. അതും തങ്ങളുടെ ബദ്ധവൈരികളായ റഷ്യയ്ക്കൊപ്പമാണ് ഇറാന്റെ സൈനികാഭ്യാസം എന്നത് അമേരിക്കയെ പ്രകോപിപ്പിക്കും. ജനീവയിലെ ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നടത്തിയ പ്രസ്താവന, തൊട്ടുപിന്നാലെ ഹോർമൂസ് സ്ട്രൈറ്റിലെ സൈനികാഭ്യാസം, ഇപ്പോൾ ഒമാൻ കടലിലും നാവികാഭ്യാസം. ഇറാൻ യുദ്ധത്തിനൊരുങ്ങുകയാണ് എന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരും. ഇറാന് നേർക്ക് അമേരിക്കയുടെ കടുത്ത ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇറാൻ ആണവ പദ്ധതിയിൽ ഡീലിന് തയ്യാറായില്ല എങ്കിൽ അതിരൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിലും മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം തന്നെ അമേരിക്കയെ വെല്ലുവിളിച്ചും അമേരിക്കയുടെ സൈനിക ശേഷി കുറച്ചും കണ്ടും ഖമനേയി നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായതാണ്. ഇതിന് തൊട്ടുപിന്നാലെയാണ് ജനീവയിൽ ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാനും അമേരിക്കയും രണ്ടാം ഘട്ട ചർച്ച നടന്നത്. എന്നാൽ ഈ ചർച്ചയിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ജനീവയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ കരാറിന് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. വിഷയത്തിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആണവ കരാർ വേണമെന്നും ഇറാനിൽ ഭരണകൂടം മാറണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ കൃത്യമായ ഒരു ധാരണയില്ലാതെ രണ്ട് ചർച്ചകളും എങ്ങുമെത്താതെ പിരിയുകയാണ് ഉണ്ടായത്. ഈ വാരാന്ത്യത്തോടെ ഇറാനെ ആക്രമിക്കാൻ സജ്ജമാണ് എന്ന് US സൈന്യം അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമാനുമതി നൽകിയിട്ടില്ല.
ആണവ ചർച്ചകളിൽ ധാരണയായില്ലെങ്കിൽ ആക്രമണം എന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട്. പക്ഷേ അതുവരെ ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് ഉണ്ടാകുന്നതുവരെ അക്രമം വേണ്ട എന്നാണ് ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ ഒത്തുതീർപ്പിന് വഴങ്ങിയില്ല എങ്കിൽ യുദ്ധം തന്നെയായിരിക്കും അനന്തരഫലമെന്ന് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അത് കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന യുദ്ധത്തേക്കാൾ കഠിനമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ആക്രമണമുണ്ടായാൽ അവിടെ ഇസ്രായേലും അമേരിക്കയുമായി ചേർന്ന് ആക്രമണം നടത്താനും സാധ്യതയുണ്ട് എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നു. അപ്പോൾ അത് ആഴ്ചകളോളം നീളുന്ന ഒരു യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുണ്ട്. ചെറിയ നടപടികൾക്കപ്പുറം പൂർണ്ണതോതിലുള്ള സൈനിക നടപടിക്ക് സമാനമായ ഒരുക്കങ്ങൾക്ക് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണ് എന്നാണ് വിവരം. ഇതിന് ശക്തി പകർന്നെന്നോണം വലിയ യുദ്ധസന്നാഹം പശ്ചിമേഷ്യൻ തീരത്ത് അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇതുവരെ പശ്ചിമേഷ്യൻ മേഖലയിൽ 13 യുദ്ധക്കപ്പലുകളാണ് US വിന്യസിച്ചിട്ടുള്ളത്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും 9 മിസൈൽ ഡിസ്ട്രോയറുകൾ, 3 ലിറ്റോറൽ കോംബാറ്റ് ഷിപ്പുകളും ഇതുവരെയായി പശ്ചിമേഷ്യൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് കൂടി എത്താനിരിക്കുകയാണ്. കൂടാതെ USS ഡെൽബർട്ട് D. ബ്ലാക്ക് എന്ന മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്ത് ആഴ്ചകൾക്ക് മുൻപേ നങ്കൂരമിട്ടിട്ടുണ്ട്. മാത്രമല്ല യുദ്ധവിമാനങ്ങളുടെ വലിയൊരു ശ്രേണി തന്നെ അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, F-15, F-16 യുദ്ധവിമാനങ്ങൾ, KC-135 എയർ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ എന്നിവയടക്കമുള്ള വൻ സന്നാഹങ്ങളാണ് മേഖലയിലുള്ളത്. ഈ സൈനിക നീക്കങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ അടുത്തു തന്നെ യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.